നമുക്കേതായാലും ദൃശ്യങ്ങളിലോ കാണുന്നത് പോലെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ബന്ധുക്കൾ ഇപ്പോഴും ആശുപത്രികളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഈ മരിച്ചവരെ തിരിച്ചറിയുക എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ബന്ധുക്കളും ചേർന്ന് മരിച്ചവരെ തിരിച്ചറിയുക, അവരെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്ന കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്നുള്ള ആക്ഷൻ വേണമെന്നാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ വീതം ഈ ബന്ധുക്കൾക്ക് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 16ഓളം സ്ത്രീകൾ, 16ന് പുറത്ത് സ്ത്രീകൾ, 6ഓളം കുട്ടികളൊക്കെ ഈ മരണത്തിൽ, ഈ സംഭവത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും അതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. വിജയ് മറുപടി പറയേണ്ടി വരും. മറുപടി പറയാതെ വിജയ് ട്രിച്ചി എയർപോർട്ട് വഴി ചെന്നൈയിലേക്ക് പോയി ഇവിടെ ഈ പ്രദേശത്തെത്തുകയും ഇവരെ സന്ദർശിക്കുകയും ചെയ്യുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണണം. ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ധനസഹായമടക്കം വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. TVKയുടെ പരിപാടിയിൽ കൂടിയ ജനങ്ങൾക്കാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചത് എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് വിജയെ ഒരുപക്ഷെ ഇരുത്തി ചിന്തിപ്പിച്ചേക്കാം. ഏതായാലും കാത്തിരുന്ന് കാണാം വിജയ് എങ്ങനെ പ്രതികരിക്കും, എന്ത് പ്രതികരിക്കുമെന്നുള്ളത്. വലിയ രാഷ്ട്രീയ ആരോപണ ശരങ്ങൾ ഉയർത്തിയാണ് വിജയ് ഇത്രയും നാൾ ഈ യോഗങ്ങളുടനീളം പ്രസംഗിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, DMKയ്ക്ക് വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് ചെയ്യുന്നതിന് സമമാണ് എന്ന് വിജയ് ആവർത്തിച്ച് പല യോഗങ്ങളിലും പറയുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിലും അത് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ DMKയ്ക്കും BJPക്കും വോട്ട് ചെയ്യരുത് എന്ന പ്രസ്താവന നടത്തി. AIDMKക്കെതിരെയും ജയലളിതയുടെ കാലത്തുള്ള AIDMK അല്ല ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്കിപ്പോൾ മടിയാണ് എന്ന് പറഞ്ഞാണ് AIDMKയെ വിമർശിച്ചത്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളിലായിരുന്നു വിജയ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ വലിയ കൂട്ടം ഉണ്ടായിരുന്നു. ഇരകളാക്കപ്പെട്ട അവരിൽ ചിലർ നമ്മളോട് സംസാരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ஐயோ உங்க நாத்தினாக்கெல்லாம் அடிச்சிருடி, என்னால பேச முடியாது. ஐயோ நான் இதற்கு தின்னீங்க. அந்த அக்கா சோறு கொடுத்தாலும் கொடுக்காட்டியா? ஐயோ பாப்பா பையனுக்கு வை, பேரனுக்கு வைன்னு சொல்லுவாரு. ஐயோ செல்லு எங்கடா ஓட்டுறீங்க? செல்லு தைரடி. ஐயோ ஆமா ஐயோ ரெண்டு பையன்ல ஒரு பையன் இறந்துச்சு, ஒரு பையனை காணாம, இன்னொரு பையனை என்னன்னா அவர் வந்ததுனாலதான் இவ்வளவு பிரச்சனை நடந்துச்சு. மற்ற எந்த மாவட்டத்திலையும் இந்த நடக்கல. இந்த மாவட்டத்தில் நடந்தது காரணமே அவர் மட்டும்தான். அதனால அவரு வந்து அவரு அரெஸ்ட் பண்ணது நீங்க தலைமையோட கேட்டுக்கொள்ள. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, മരണസംഖ്യ ഉയർന്നേക്കാം. ഏറ്റവും പുതിയ വിവരം അതാണ്. കാരണം 56ഓളം പേർക്ക് പരിക്കുണ്ട്. അതിൽ 20ന് മുകളിൽ ആളുകൾക്കാണ് ഗുരുതരമായി പരിക്ക് എന്നും കേൾക്കുന്നു. വേണ്ട സജ്ജീകരണങ്ങൾ ആശുപത്രികളിലും മറ്റും തയ്യാറാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ അവിടെ? രഞ്ജിത്ത്, ഇപ്പോൾ ഔദ്യോഗികമായി വരുന്ന കണക്കുകൾ 36 മരണമെന്നതാണ്. പക്ഷേ അനൗദ്യോഗികമായി ഉള്ള കണക്ക് 40 എന്നത് തമിഴ് മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജുഡീഷ്യൽ അന്വേഷണം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്യാബിനറ്റിൻ്റെ തീരുമാനമായി തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എന്ന നിലയിൽ 10 ലക്ഷം രൂപ തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നത്. വിജയ് ഒഴികെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കരൂരിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാലിൻ നാളെ രാവിലെ 7:15 കരൂരിലെത്തുമെന്ന കാര്യം DMK നേതാക്കൾ പറയുന്നു. മാത്രമല്ല ഇപ്പോൾ ഇതിൽ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി വരുന്നുണ്ട്. DMKയുടെ വക്താവ് വിജയോടുള്ള ചില ചോദ്യങ്ങളുമായി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. ശരവണൻ അണ്ണാദുരൈ, അദ്ദേഹമാണ് DMKയുടെ സ്പോർട്സ് പേഴ്സൺ. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ എവിടെയാണ് വിജയ് ഒളിക്കുന്നത്? മിസ്റ്റർ വിജയ്, നിങ്ങൾ എവിടെയാണ് ഒളിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ DMKയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അറസ്റ്റ് വേണമെന്ന ആവശ്യം
ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു, BJP ഉന്നയിക്കുന്നു, DMKയുടെ പ്രാദേശിക നേതാക്കൾ ഈ അറസ്റ്റ് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു, CPM തമിഴ്നാട് ഘടകം വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് പല കോണുകളിൽ നിന്ന് അറസ്റ്റ് എന്ന രാഷ്ട്രീയ ആവശ്യം ഉയർന്നു വരികയാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ DMK ഏത് തരത്തിലുള്ള നിലപാടിലേക്ക് പോകും എന്നതാണ്. ഏതാണ്ട് 40-നടുത്ത് ആളുകളുടെ ജീവൻ നഷ്ടമായ സംഭവം. അവിടെ ഒരു അമ്മ നിലവിളിക്കുന്നത് പോലും നമ്മളിപ്പോൾ കണ്ടു. ഒരു കുട്ടിയെ കാണാനില്ല, ഒരു പയ്യനെ കാണാനില്ല എന്ന് ആ അമ്മ നിലവിളിക്കുകയാണ്. അതായത് കൂട്ടം തെറ്റി പോയിരിക്കുന്നു. ആശുപത്രിയിലെ കാഴ്ചകളൊക്കെ വളരെ ഹൃദയഭേദകമാണ്. കാരണം ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞുമായി ആ അച്ഛൻ കയ്യിലെടുത്ത് ആശുപത്രിക്കുള്ളിലേക്കൊക്കെ വരുന്ന കാഴ്ചയുണ്ട്. അതൊക്കെ തന്നെ വളരെ ഹൃദയഭേദകമാണ്. വിജയ് ആകട്ടെ ട്രിച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു. ട്രിച്ചി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് വിശദീകരണം ആരാഞ്ഞെങ്കിലും ഒരു പ്രതികരണവും വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 6 മണിക്കൂർ നിശ്ചയിച്ചതിനേക്കാളും 6 മണിക്കൂർ വൈകിയാണ് കരൂരിലെ പരിപാടി സ്ഥലത്തേക്ക് വിജയ് എത്തിയത്. അത് നമുക്കറിയാം. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങനെ ഒരു നയമാണ് പിന്തുടരുന്നത്. ബോസ് ഈസ് ആൾവേസ് ലേറ്റ് എന്നത് ഒരു പ്രയോഗം തന്നെയുണ്ട്. നേതാവ് വൈകി വരുമ്പോൾ മാത്രമേ അവിടെ ഒരു പ്രാധാന്യം ലഭിക്കൂ. അത്രയും നേരം അണികൾ കാത്തു നിൽക്കണം എന്നത് അതൊരു കീഴ്വഴക്കമായി വെച്ച് പുലർത്തുന്നതാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ അതൊരു കൾച്ചറായി മാറിയ രീതിയാണ്. അത്രയും ആളുകൾ അവിടെ ഒത്തുകൂടിയെന്നതാണ്. ഇപ്പോൾ ചില വിവരങ്ങൾ വരുന്നത് ഈ റാലിക്ക് പുറത്തുണ്ടായിരുന്ന ആളുകൾക്ക് പോലും പരിക്ക് പറ്റിയെന്നതാണ്. ഈ റാലി കാണാതെ ഈ പബ്ലിക് റോഡിലുണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടത്തിൻ്റെ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും പരിക്കേറ്റു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. മരിച്ചതിൽ 6 കുട്ടികളാണ്, 16 സ്ത്രീകളാണ്, ഗർഭിണികൾ ഉൾപ്പെടെ തളർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ചലച്ചിത്ര ലോകത്ത് നിന്ന് രജനീകാന്ത് അടക്കമുള്ളവർ ഇത് വളരെ ഹൃദയഭേദകമെന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിന് വലിയ രാഷ്ട്രീയ മാനം വരാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു. കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. തമിഴ്നാട് സർക്കാരിനോട് ആഭ്യന്തര മന്ത്രിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിൽ ഇടപെട്ടിരിക്കുന്നു. രാജ്നാഥ് സിംഗിനെ പോലുള്ള പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഒരുപക്ഷെ പ്രധാനമന്ത്രിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ആരെങ്കിലും ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ തമിഴ്നാട് സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലേക്ക് വലിയ ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് അടുത്ത ദിവസങ്ങളിൽ മാറാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് മെയ്യിൽ അടുത്ത 2026 ഇലക്ഷൻ വരികയാണ്. ആ ഇലക്ഷന് മുന്നോടിയായുള്ള വിജയിയുടെ യാത്രയാണ്. TVKയും ഇവിടെ നിശബ്ദമായി നിൽക്കുമെന്ന് കരുതുക വയ്യ. കാരണം ഈ റാലി തുടങ്ങിയത് മുതൽ വിജയിയുടെ ആരോപണം DMKക്കെതിരെ ഉണ്ട്. ഈ റാലി പൊളിക്കുന്നതിന് വേണ്ടി TVKയുടെ മുന്നേറ്റം തടയുന്നതിന് വേണ്ടി DMK ബോധപൂർവമായ ശ്രമം നടത്തുന്നു. സ്റ്റാലിൻ പറയുന്നത് പോലീസ് കേൾക്കുന്നു. പലതിനും അനുമതി നൽകുന്നില്ല. വൈദ്യുതി വിച്ഛേദിക്കുന്നു. BJPയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ വൈദ്യുതി വിച്ഛേദിക്കാൻ കഴിയുമോ എന്ന ചോദ്യം വിജയ് ഉന്നയിക്കുന്നു. അവിടെയാണ് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലയുടെ വാക്കുകളും പ്രസക്തമാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണമെന്ന് അണ്ണാമലൈ പറയുന്നുണ്ട്. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നത് പരിശോധിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അണ്ണാമലയുടെ പ്രതികരണമായി വരുന്നു. നമുക്കറിയാം വിജയകാന്തിൻ്റെ പാർട്ടിയോട് മാത്രം അല്ലെങ്കിൽ വിജയകാന്തിൻ്റെ കുടുംബത്തോട് മാത്രമാണ് വിജയ് ഒരു വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുന്നത്. അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. സിനിമയിൽ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ വിജയെ കൈപിടിച്ചുയർത്തിയത് വിജയകാന്തായിരുന്നു. ആ വൈകാരികമായ അടുപ്പം ആ കുടുംബത്തോട് സൂക്ഷിക്കുന്നു എന്നതിനപ്പുറം DMKയുമായോ ADMKയുമായോ BJPയുമായോ CPMുമായോ കോൺഗ്രസുമായോ തമിഴ്നാട്ടിലെ മറ്റേതെങ്കിലും കക്ഷികളുമായി വിജയ്ക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഒരു ഒറ്റയാനെ പോലെ വിജയുടെ തേരോട്ടം തുടരുകയാണ്. മധുരയിൽ തുടങ്ങിയ യാത്രയാണ്.